കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് UDF കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. കാരണം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈസി വാക്ക് ഓവർ അതാണ് UDF പ്രതീക്ഷിച്ചിരുന്നതും. 2021 സാധാരണ നടക്കാറുള്ളത് പോലെ മാറി മാറി വരുന്ന ഗവൺമെന്റ് എന്ന രീതി നടന്നില്ല. അതിന് പല കാരണങ്ങളും UDF തന്നെ പറയുന്നുണ്ട്. ഓക്കി, പ്രളയം, അതോടൊപ്പം തന്നെ നിപ്പ, കോവിഡ് തുടങ്ങിയ കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് 2021 LDFന് തുടർ ഭരണം ലഭിച്ചത് എന്നാണ് UDF നേതാക്കൾ തന്നെ പറയുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് 2026 UDF അധികാരത്തിൽ വരും എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു ഇന്നലെ വരെ UDF നേതാക്കൾ. എന്നാൽ ഇന്ന് ആ വിശ്വാസം അവർക്ക് മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു, പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വാക്കുകൾ പുറത്തു വന്നതോടുകൂടി, അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ പുറത്തു വന്നതോടുകൂടി. അതുവരെ NSS UDFനോടൊപ്പമാണ്, സമദൂര സിദ്ധാന്തം എന്നൊക്കെ പറയുമെങ്കിലും NSS എപ്പോഴും UDFനോടൊപ്പം നിൽക്കും. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. പരസ്യമായി പറയാറില്ല എങ്കിലും UDFനോടാണ് എപ്പോഴും ഒരു ചെറിയ അടുപ്പമുള്ളത്. സമദൂരം പറഞ്ഞാലും അടുപ്പമുള്ളത് NSSനെ എല്ലാവർക്കും അറിയാം. എന്നാൽ SNDP അങ്ങനെയല്ല. SNDP പലപ്പോഴും ചുവട് മാറ്റാറുണ്ട്. എന്നാൽ ഇപ്പോൾ NSSും SNDPയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായ സംഘടനകൾ വീണ്ടും LDF വരണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുന്നു. തിരിച്ചടി, വമ്പിച്ച തിരിച്ചടിയാണ് UDFനെ സംബന്ധിച്ച്. UDFനോടൊപ്പം നിൽക്കുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗ് മാത്രമാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും എന്ന രീതിയിലേക്ക് UDF ചുരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് NSS UDFനെ പിന്തുണക്കാതെ LDFനോടൊപ്പം ചേർന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അതിൽ ശരിയുണ്ട് താൻ. ഈ പ്രതിസന്ധി എങ്ങനെ മുറിച്ചു കടക്കും? ഇതാണ് ചോദ്യം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പ്രതിസന്ധി ഒന്നും കാണുന്നില്ല, അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. എന്ന് വെച്ചാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് യാതൊരു ധാരണയുമില്ലാത്ത നേതാവാണ് VD സതീശൻ. VD സതീശൻ സർക്കാരിനെതിരെ പറയുക, മുഖ്യമന്ത്രിക്കെതിരെ പറയുക, നിയമസഭയിൽ ബഹളമുണ്ടാക്കുക, പ്രസംഗിക്കുക, അത്തരം രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ UDF അധികാരത്തിൽ വരും എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഗൗരവമായി, വളരെ കാര്യമാത്ര പ്രസക്തമായി കേരളത്തിൽ നടക്കുന്നതാണ്. UDF ഒക്കെ കോൺഗ്രസ് നേരത്തെ മനോഹരമായി അത് ചെയ്തിരുന്നതുമാണ്. കരുണാകരന്റെ കാലത്തും AK ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒക്കെ വിവിധ സമുദായ ഗ്രൂപ്പുകളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി എല്ലാ ശ്രമവും നടത്താറുണ്ട്. അതിൽ ഒരു പരിധിവരെ വിജയിക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശൻ അക്കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ സർക്കാരിനെ വിമർശിച്ച് മുന്നോട്ട് പോയാൽ LDF തോക്കും, UDF ജയിക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോഴിതാ ആ പ്രതീക്ഷയും മങ്ങിയിരിക്കുന്നു. എല്ലാ സമുദായ സംഘടനകളും UDFൽ നിന്ന് അകന്നകന്നു പോകുന്നു. മുസ്ലിം സമുദായ സംഘടനകൾ മാത്രം UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതും ജമാഅത്തെ ഇസ്ലാമി മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗ് UDFന്റെ ഘടകകക്ഷി എന്ന നിലയിൽ ഒപ്പമുണ്ട്. പക്ഷേ മുസ്ലിം സമുദായം പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ളതുപോലെ UDFനോടൊപ്പം നിൽക്കുമോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, വിവിധ വിഭാഗം ആളുകളുമായി ചർച്ച നടത്താൻ, വിവിധ തലത്തിൽ ചർച്ചകൾ നടത്താൻ മുന്നിട്ടിറങ്ങുകയാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് മാത്രമേ എല്ലാ ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. KC വേണുഗോപാൽ വിചാരിച്ചാൽ പോലും കേരളത്തിലെ സമുദായ സംഘടനകളെ ഒന്നിച്ച് അണിനിരത്തി കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ ഒരു പരിധിവരെ അത് വിജയിപ്പിക്കാൻ കഴിയും. VD സതീശനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ. നിരന്തരം അദ്ദേഹം നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നു VD സതീശനെതിരെ. അതേപോലെ തന്നെ NSS ജനറൽ സെക്രട്ടറിയും VD സതീശന് എതിരെയാണ്. എന്തിനേറെ പറയുന്നു, മുസ്ലിം ലീഗിന് പോലും VD സതീശനോട് വേണ്ടത്ര അടുപ്പമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പകരം രമേശ് ചെന്നിത്തല നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന ചർച്ചകൾ മുസ്ലിം ലീഗിനകത്ത് പോലുമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു നേതാവ് അത് VD സതീശനല്ല, അത് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിലുള്ളത് എന്ന ചിന്തയുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങുന്നത്. രമേശ് ചെന്നിത്തല NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ തയ്യാറാകുന്നു. അതോടൊപ്പം തന്നെ SNDP ജനറൽ സെക്രട്ടറിയെ കാണാൻ തയ്യാറാകുന്നു. അങ്ങനെ വിവിധ സമുദായ ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തി കോൺഗ്രസിൽ നിന്ന് അകന്നു പോയവരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമോ എന്നായിരിക്കും രമേശ് ചെന്നിത്തല നോക്കുക. പക്ഷേ അകന്നു പോയിരിക്കുന്നു.
ഒരുപാട് ദൂരം പോയിരിക്കുന്നു. ഇനി അവരെ മെല്ലെ മെല്ലെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഈ ചെറിയ സമയത്തിന് അകം തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. എന്നിരുന്നാലും രമേശ് ചെന്നിത്തല രംഗത്ത് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. UDFന്റെ നേതൃത്വം അധികം പരോക്ഷമായി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. UDFന് ഒരു ജീവൻ വെക്കണമെങ്കിൽ അതുകൊണ്ട് മാത്രമേ കഴിയൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങുന്നത്. എന്ന് വെച്ചാൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒരു വലിയ പരാജയമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കൈകാര്യം ചെയ്തതിൽ VD സതീശന് വീഴ്ച പറ്റി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. നിലമ്പൂർ ഇലക്ഷൻ ഘട്ടത്തിൽ PV അൻവറെ മാറ്റി നിർത്തിയത് തെറ്റായിപ്പോയി എന്ന് കരുതുന്ന മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി PV അൻവറെ കാണാൻ പോയത് വെറുതെ പോയതല്ല. മുതിർന്ന നേതാക്കളുടെ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, VD സതീശൻ ഒഴികെയുള്ളവർ. അങ്ങനെ VD സതീശൻ UDFനെ നയിക്കാൻ കഴിയുന്ന നേതാവല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ, അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല സജീവമായി കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, UDFന്റെ പ്രശ്നങ്ങൾ, വിവിധ സമുദായ സംഘടനകളെ ഒന്നിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒക്കെ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വിജയിക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ UDFന്റെ നേതൃത്വത്തിലേക്ക് രമേശ് ചെന്നിത്തല സജീവമായി വരുന്നു, ഇടപെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ UDFനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമോ എന്നാണ് രമേശ് ചെന്നിത്തല നോക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കും. UDFലെ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കാനിടയുണ്ട്. കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കാലിട്ടടിച്ചാലേ മതിയാവൂ, എങ്കിലേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് അറിയുന്ന കോൺഗ്രസ് നേതാക്കളും രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തയും UDFൽ നിന്ന് പുറത്തു വരുന്നുണ്ട്.